ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അന്ന് രാത്രി പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ മനു വീട്ടിലേക്ക് വരുമ്പോൾ കൊച്ചിച്ചനോട് ചോദിക്കുന്നുണ്ട് ഇന്ന് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന്. അപ്പോൾ കൊച്ചിച്ചൻ വലിയ വീരവാദത്തിൽ അങ്ങ് പറയുക, നിങ്ങളൊക്കെയല്ലേ പറഞ്ഞ അലീനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന്. എടാ, ഞാനും ഹരിയും കൂടെ ഇവിടുന്ന് അവിടെ ചെന്നു. ഹരിയും കൊണ്ടുപോയിരുന്നോ? ആ പിന്നല്ലാണ്ട്, എനിക്കൊരു കൂട്ട് വേണ്ടേ, അതുകൊണ്ട് ഞാൻ അവനെയും കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ആ അലീനയെ നമ്മൾ അവിടുന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ച് വരുത്തി അവിടുന്ന് വലിച്ചഴച്ച് മുറ്റത്തേക്ക് കൊണ്ടിട്ടു. അല്ലാതെ അവൾ വരില്ലല്ലോ. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ കൊച്ചാ? എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? ഇതൊന്നും അവിടെ അങ്കിള് കണ്ടില്ലേ? ബാലചന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. ആ അത് ശരി. അപ്പോൾ അറിഞ്ഞാലുള്ള അവസ്ഥ അറിഞ്ഞു. പിന്നീട് എങ്ങനെയോ മനസ്സിലാക്കി താഴേക്ക് വന്നു. അയാൾ അലീനയുടെ പുറകെ ബാഗ് കൊടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്തൊക്കെ പണിയാ കൊച്ചാ നിങ്ങൾ ഈ കാണിച്ചത്? ചെയ്തതൊക്കെ ശരിയാണോ? അല്ലെങ്കിൽ തന്നെ അലീനെ ചെന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ എന്താ ചെയ്യുക? ഇപ്പതേ ബാലചന്ദ്രൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ലെന്നാണ് പറയണത്. ഇപ്പം കാര്യങ്ങളുടെ കിടപ്പോശം കൊച്ചിന് മനസ്സിലായോ? എന്തിനാണ് ഈ ഹരിയേയും കൊണ്ടുപോയത്? ഹരിയെ കണ്ടിട്ട് അങ്കിള് ഒന്നും പറഞ്ഞില്ലേ? കൊള്ളാം. എങ്ങനെ എന്ത് പറയാം, അതിനെ അവൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ രാജീവും പറയാം. അപ്പോൾ കമല പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പോയ വഴിക്ക് ഇനി അവളെ വിളിച്ചുകൊണ്ട് തിരിച്ചു വരുമോ? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഏറ്റവും വലിയൊരു ക്രൈമാണ് ഇപ്പം അങ്കിൾ ചെയ്തേക്കുന്നത്. അങ്ങേരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഒരു അധികാരമില്ലാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്നൊരു അതും ഒരു പെൺകുട്ടി വലിച്ചഴിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലേ അറിയുമല്ലോ, പെൺകുട്ടികളോട് ഇങ്ങനെയുള്ള ക്രൂരതയൊന്നും കാണിക്കാൻ പാടില്ല എന്ന്. എന്തായാലും കൊച്ചൻ ചെയ്ത ഒരു ക്രൈം തന്നെയാണ്. ഇനി അടുത്തിനി എന്താ ചെയ്യാൻ പോകുന്നത്? കൊച്ചൻ സിംഗപ്പൂർ തിരിച്ച് ജോലിക്ക് കയറണ്ടേ? ജയിലിൽ ചെന്ന് കിടന്നാൽ മതിയോ? പിന്നെ ഹരി, എടാ നീ എന്തിനാ അങ്ങോട്ട് പോയി? അല്ലെങ്കിൽ തന്നെ നിന്നെ അലീനെ അടിച്ചുല്ലേ? അങ്ങനെ അടിച്ചെങ്കിൽ നീ അവളെ കൊണ്ട് കേസ് കൊടുത്തല്ലേ, നീയും അകത്താവും. നീ അവളെ തൊട്ടിട്ടുണ്ടെങ്കിലോ? ഞാൻ അവളെ തൊട്ടൊന്നുമില്ല. പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോയപ്പോഴേ അവിടെ ഇവിടെ എങ്ങാനും തൊട്ടിരുന്നെങ്കിലോ നിൻ്റെ പേരും വരില്ലേ? എത്ര കിട്ടിയാലും മനസ്സിലാവില്ലടാ നിനക്ക് എന്ന് ഹരിയോടും വഴക്ക് പറയാം. എന്നിട്ട് വീണ്ടും പറയണ്ട, ഇത് ചെറിയ ഒരു കുരുക്കായിരുന്നു. അതിനെ ഇപ്പോൾ കൊച്ചിച്ചൻ ചെന്ന് വലിയൊരു കുരുക്കിലേക്ക് മാറ്റിയില്ലേ? ഇനി ഇത് അഴിച്ചെടുക്കാൻ ഇത്തിരി പാടുപെടും. ഞാൻ പറയാവുന്നതിൻ്റെ അങ്ങേ അറ്റം പറഞ്ഞു കഴിഞ്ഞതാ. എന്നിട്ട് നേരെ മനു മേളിൽ ചെന്ന് മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അവിടെ അലീന ഇല്ലേ, എന്താ കാര്യം എന്നൊക്കെ. മുത്തശ്ശി പറയാം, നീ ഇവിടെ രാവിലെ വന്ന് സംസാരിച്ചിട്ട് പോയതിന് ശേഷം അവളെടാ പോയോ? എങ്ങനെ പോയി? രാജീവനും ഹരിയൊക്കെ ഇവിടെ വന്നിരുന്നു. അവളെ പിടിച്ചിറക്കി വിട്ടു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് മുത്തശ്ശി കണ്ടോണ്ട് നിന്നോ അതോ കേട്ടോണ്ട് നിന്നോ? പ്രതികരിച്ചില്ലേ? അതെങ്ങനെയാണ്? ഞാനിവിടെ കിടക്കുമല്ലേടാ. മുത്തശ്ശിക്ക് അവിടെ കിടന്നാൽ മതിയല്ലോ, വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അങ്ങോട്ട് അനുഭവിച്ചോ, അല്ലാതെ ഞാൻ എന്ത് പറയാൻ എന്നും പറഞ്ഞു. മനു ഫോണ് വയ്ക്കുക കേട്ടോ. മുത്തശ്ശിക്ക് നല്ല സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ബാലചന്ദ്രനാണെങ്കിൽ റിസോർട്ടിലാണല്ലോ പോയിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അലീനെ വല്ലാത്ത വിഷമത്തിൽ തന്നെ നിൽക്കുന്ന. അപ്പോൾ അലീനയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ, നീ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഇനി ഓർത്ത് മനസ്സിൽ വിഷമം കൊണ്ട് നടക്കരുത്. അതൊക്കെ മനസ്സിൻ്റെ ഒരു കോണിലേക്ക് വെച്ചേക്കുക. ഒന്നും ഓർക്കരുത്, വിഷമിക്കരുത് എന്നൊക്കെ എനിക്ക് പറയാനേ പറ്റൂ. നമുക്കത് ഓർക്കാതിരിക്കാനും വിഷമിക്കാതിരിക്കാനും പറ്റില്ല. എന്നാലും തൽക്കാലം നീ അതൊക്കെ മാറ്റി വയ്ക്കണം. പിന്നെ ഞാനിങ്ങനെ ആയിപ്പോയി, എൻ്റെ കുടുംബവും ഇങ്ങനെ ആയിപ്പോയി. അതിന് ഒരു കാരണക്കാരി നീയും കൂടെ അല്ലേ? നിൻ്റെ ബ്രിജിതാമയും അതിനൊരു കാരണക്കാരിയാണ്. പിന്നെ കൊല്ലപ്പള്ളിയിലെ കുഞ്ഞിരാമൻ മേനോൻ, അയാളും അതിനോട് കാരണക്കാരി. എല്ലാവരും ഓരോ തരത്തിൽ ഓരോ കാരണക്കാരാണ്. അതുകൊണ്ട് നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അപ്പോഴാണ് കൃഷ്ണയും ആകെ തകർന്നിരിക്കുക. എന്താ നടക്കണമെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലാവില്ല. കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു, നിങ്ങൾ തമ്മിൽ എന്തേ മിണ്ടാത്ത? നീ എന്താ അലീനയോട് മിണ്ടാത്തത്? അലീന നിന്നോട് മിണ്ടുന്നില്ല. അലീനയ്ക്ക് ചിലപ്പോൾ ടെൻഷനുള്ളത് കൊണ്ടാവാം. നിനക്കെന്താണ്? അച്ഛാ, എനിക്കതിനൊന്നും തോന്നുന്നില്ല. മിണ്ടാനും സംസാരിക്കുന്നു ഇതൊന്നുമല്ല എൻ്റെ ഭയം. തിരിച്ച് വീട്ടിലേക്ക് ചെന്നാലുള്ള അവസ്ഥ അച്ഛൻ ഓർക്കുന്നുണ്ടോ? ഞാൻ അത് ഓർത്തിട്ടാ. അതൊന്നും മോളിപ്പോൾ ഓർക്കണ്ട. മോളൊരു കാര്യം ചെയ്, വാ നമുക്ക് മുറ്റത്ത് ഗാർഡനിൽ കൂടെ കുറച്ച് നേരം നടക്കാം. അപ്പം മനസ്സൊക്കെ ഒന്ന് ശാന്തമാവും. അലീനെ നീ ഇങ്ങോട്ട് വന്നോ. അങ്ങനെ രണ്ടുപേരെയും വിളിച്ച് മുറ്റത്തേക്ക് ഇങ്ങനെ നടക്കാട്ടോ. അങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ കൃഷ്ണ നല്ല വിഷമത്തിലാണ്. എന്തായാലും ഈ അലീനയുമായിട്ട് അച്ഛൻ എന്താ ഇത്ര ബന്ധം, നമ്മളെക്കാളും സ്നേഹം. കൃഷ്ണമോളോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് വേറെ രീതിയിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി കൃഷ്ണമോളെ വിളിച്ച് കാര്യം നമ്മുടെ ബാലചന്ദ്രൻ പറയാം, മോളെ അച്ഛനൊരു കഥ പറയാം, അത് നീ വ്യക്തമായിട്ട് കേൾക്കണം. അത് കഴിയുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞൊരു കഥയുടെ രൂപത്തിൽ പറയാണ് കേട്ടോ വൈജയന്തിയുടെ കഥ. ബാലചന്ദ്രൻ 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വൈജയന്തിയെ പ്രണയിച്ച് നടന്നതാണ്. പക്ഷേ ഇത്രയും വലിയ പണക്കാരായ അവർ പാവം പിടിച്ച വീട്ടിലെ ജോലിക്കാരൻ്റെ മകനെ എന്തായാലും കല്യാണം കഴിച്ച് കൊടുക്കത്തില്ല എന്നുള്ളത് കൊണ്ട് വൈജയെ സ്നേഹിച്ചു എന്നുള്ള കുറ്റത്തിന്
ബാലചന്ദ്രനെ തല്ലി ഓടിക്കുകയും ചെയ്തു. അവിടെ നിന്നൊക്കെ പോയി രക്ഷപ്പെട്ട് നല്ല നിലയിലായി വന്നതായിരുന്നു ബാലചന്ദ്രൻ. അവനെ എന്നാലും വൈജയോടുള്ള സ്നേഹത്തിനൊരു കുറവും വന്നില്ല. ഇതിനിടയ്ക്ക് വെച്ച് വൈജ വേറൊരാളെ സ്നേഹിച്ചതും ഗർഭിണിയായതും ആരും അറിയാണ്ട് പ്രസവിച്ചു ആ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കിയതും ഒന്നും ബാലചന്ദ്രൻ അറിഞ്ഞില്ല. രണ്ടാമത് വീണ്ടും വന്ന് വിവാഹാലോചന ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ബാലചന്ദ്രന് വൈജയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. കാരണം ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ, ഇനി ആര് കയ്യേൽക്കും, എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം കിട്ടുമല്ലോ എന്ന്. പക്ഷേ ബാലചന്ദ്രൻ വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അത് അറിഞ്ഞതെന്നും അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച് കൊണ്ട് തള്ളി ആ കുഞ്ഞ് വളർന്ന് വലുതായി വന്ന് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഈ അലീനയാണ്, നിൻ്റെ സ്വന്തം ചേച്ചിയാണിത്, അതുകൊണ്ട് അവളെ ഒരിക്കലും തള്ളി പറയരുത് എന്നൊക്കെ കൃഷ്ണയോട് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷ്ണ ആകെ ഞെട്ടിത്തരിച്ചു പോയി. സ്വന്തം അമ്മ ചെയ്ത തെറ്റായിരുന്നു ഇത്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ പറയാം, മോളെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ ഇത് അറിഞ്ഞപ്പോൾ അച്ഛൻ തകർന്ന് നെഞ്ച് പൊട്ടിപ്പോയത്. അങ്ങനെയാണ് എൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നതും അച്ഛൻ ഇത്രത്തോളം പ്രശ്നങ്ങളായതും ഇത് മനസ്സിൽ അറിഞ്ഞതിന് ശേഷമാണ്. അല്ലാണ്ട് അച്ഛൻ കുടിച്ച് ബോധം കെട്ട് അങ്ങനെ ഉണ്ടായൊരു അസുഖമല്ല, തളർന്നു പോയി. അച്ഛനൊരു മനുഷ്യജീവിയല്ലേ, അച്ഛനൊരു പാവമല്ലേ. എത്ര കാലം എന്തെല്ലാം സ്വപ്നങ്ങളിൽ ഞാൻ കടന്നു വന്നതാ. ഞാനും കുഞ്ഞായിട്ടും ഒരുപാട് ആഗ്രഹങ്ങളും കുറച്ച് വളർന്നും ഒക്കെ വന്ന് ഒരുപാട് കഷ്ടതകളിൽ കൂടി ഇവിടെ എത്തിയതാണ്. ഒരു സ്നേഹത്തിന് വേണ്ടി എനിക്കത് കിട്ടിയിട്ടില്ല മോളെ. എത്രത്തോളം മനസ്സ് തകർത്ത് കളഞ്ഞു നിൻ്റെ അമ്മ അറിയോ. അതിൻ്റെ സങ്കടത്തിലാണ് എനിക്കിതൊക്കെ വന്നത്, അല്ലാതെ അച്ഛൻ കുടിച്ചിട്ടൊന്നുമല്ല എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ കൃഷ്ണയോട്. എന്നിട്ട് പറയാം, മോളെ നിൻ്റെ ചേച്ചി അവൾ നീ സ്നേഹിക്കണം. മറ്റാർക്കും ഇത് അറിഞ്ഞില്ലെങ്കിലും നീ അറിയണം. കാരണം നിന്നെ അവൾ പൊന്നുപോലെ സ്വന്തം കുഞ്ഞനിയത്തിയെപ്പോലെ സ്നേഹിച്ചത് ആ വീട്ടിൽ. എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. ഒരിക്കലും അവളെ തള്ളി പറയരുത്. അച്ഛനും കൂടെ അവളെ കൈവിടാൻ പാടുണ്ടോ, അതുകൊണ്ടാണ് അച്ഛനെ അവളെ ചേർത്ത് വച്ചിരിക്കുന്നത്. നീ അവൾക്കൊരു തുണയാവണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ അതുപോലെ തന്നെ കൃഷ്ണമോൾ അറിഞ്ഞ കാര്യം നമ്മുടെ അലീനയോടും പറയുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കും വലിയ സങ്കടമാവുന്നുണ്ട്. അലീനയാണെങ്കിൽ അലീനോട് പറയാം, നീ വിഷമിക്കണ്ട, എത്രയൊക്കെ തന്നെയായാലും നീ എൻ്റെ മൂത്ത മകളാണ്. ഒരു പക്ഷേ നീ ആയിരിക്കണം എൻ്റെ മൂത്ത മകളായിട്ട് ജനിക്കേണ്ടിയിരുന്നത് അല്ലേ, അതുകൊണ്ട് നീ അതൊന്നും വിഷമിക്കണ്ട. അങ്ങനെ ഫുഡൊക്കെ വരുന്നുണ്ട്, എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങാൻ പറയാം കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ എനിക്കിതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്നാലും അമ്മ പക്ഷേ എനിക്ക് എവിടെയെങ്കിലും മാറിയിരുന്നൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നുമോ അച്ഛാ. അപ്പോൾ കൃഷ്ണമോളെ ചേർത്ത് പിടിക്കാൻ കേട്ടോ അച്ഛൻ. എന്നിട്ട് മോൾക്ക് ഒരുപാട് സമാധാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തിരിച്ച് അച്ഛന് മോളും കൊടുക്കുന്നുണ്ട്. അച്ഛൻ്റെ വിഷമങ്ങളെ കണ്ടപ്പോൾ കൃഷ്ണയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നേരെ അകത്തേക്ക് ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ അലീന ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. പാവം രാവിലെ മുതലേ പ്രശ്നങ്ങളായിരുന്നല്ലോ. അലീനെ കെട്ടിപ്പിടിക്കുകയാണ്, എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു ഇത് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അലീനയോട്. എന്നിട്ടും അവസാന നിമിഷം കൃഷ്ണയ്ക്ക് ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലല്ലോ, ആരും ഒന്നും ചെയ്യല്ലെന്ന് ആ ഒരു കുറ്റബോധം കൂടെ കൃഷ്ണയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അറിവോടുകൂടി സ്വന്തം ചേച്ചിയായിട്ടും അനിയത്തിയായിട്ടും അവരങ്ങ് സ്നേഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ബാലചന്ദ്രനെ കോൺടാക്റ്റ് ചെയ്തിട്ടും ഫോണിൽ കിട്ടുന്നില്ല. കാരണം അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചേക്കുകയാണല്ലോ. മനു പലതരത്തിലും വിളിക്കുന്നുണ്ട്. അങ്ങനെ രേവതി കുട്ടിയെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ ഇവരവിടെ എത്തിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനു രേവതി കുട്ടിയെ ഫോണിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ രേവതി അവിടെ അലീന എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരം. അതുകൊണ്ട് തന്നെ വേറെ ഒരു രീതിയും ഒന്നും പറയാൻ പോയില്ല കേട്ടോ അവരോട്. അവരെ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അവസാനം ബാലചന്ദ്രൻ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരുടെ കോളും ഉണ്ട്. പക്ഷേ മനു ആ ടൈമിലും വിളിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ മനുവിൻ്റെ കോള് മാത്രമേ എടുക്കുക. കാരണം മനു നല്ലൊരാളാണല്ലോ. അതുകൊണ്ട് മനുവിനോട് സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അങ്കിൾ എവിടെയാണ്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങളാണ്, അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ലേ, അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എന്നെയാണ് അവസാനം പ്രശ്നത്തിലാക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോടെങ്കിലും അങ്കിൾ തുറന്ന് പറയാമെന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി ഞാൻ എല്ലാം തുറന്ന് പറയാം, ഞാൻ എവിടെയാണ് ഉള്ളതെന്നും പറയാം, നീ ആരോടും ഈ പകരരുത് എന്നെനിക്ക് വാക്ക് തരണം, എന്നാൽ മാത്രമേ ഞാൻ പറയൂ. വാക്ക് തരുന്നു അങ്കിളെ, ഞാൻ ആരോടും പറയില്ല. അങ്കിൾ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത്, ഞാൻ അവിടെ വരാം, എനിക്ക് കാണണം അങ്കിളിനെയും അലീനെയും ഒക്കെ, കൃഷ്ണമോളെയും കൊണ്ട് പോയിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടാണ്. അപ്പോൾ ബാലചന്ദ്രന് വാക്കും ഉറപ്പും ഒക്കെ കൊടുക്കണമുണ്ട്. ബാലചന്ദ്രന് പറയാം, ഞാൻ ഇന്ന സ്ഥലത്ത് ഇനിയൊരു റിസോർട്ടിലാണ്, അവിടെ അലീനയും കൃഷ്ണമോളും ഞാനും ഒക്കെ ഉണ്ട്, നീ വന്നോ എന്ന് പറയാം. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് മനു പുറപ്പെടുക കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.